ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കാം കേട്ടോ. നമ്മളൊരു 150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആൾ കുറച്ച് ദൂരമാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഒരാൾക്കൊരു കുഞ്ഞുണ്ട്, പിന്നെ സെക്കൻഡ് ക്യാരിങ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക, എന്നൊരു മുടക്ക് കിട്ടിയപ്പോൾ ഒന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ വരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ എന്താ വെച്ചെങ്കിൽ ആൾക്ക് ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനും ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ആൾക്ക് നൈറ്റിന് പോകണം. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ ടൈം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നേരമായിട്ട് ആദ്യം വീഡിയോ എടുക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എടുക്കാമെന്ന് ചോദിച്ചു. അമ്മ വീഡിയോ കണ്ടപ്പോൾ അമ്മ തിരിഞ്ഞു പോകുന്നുണ്ട്. മാ ലുക്ക് ഹിയർ. എൻ്റെ ഒറ്റ വിളി മതി, പേടിക്കാൻ. ഒരു പെണ്ണിന്റെ ചിത്രം പോലെയാണ് അത്. പോയി അതല്ല, അത് അങ്ങനത്തെ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പൊ ടോണിക്കുട്ട അവിടെ കളിക്കണ്ട. അമ്മ അവിടുത്തെ ഗ്ലാസ് കണ്ടിട്ട് പേടിച്ചതാണ്ട് വരുന്നത്. ടോണിക്കുട്ട സേ ഹായ്. ടോണിക്കുട്ട നമുക്ക് വീഡിയോയിൽ കാണണ്ടേ ടോണിക്കുട്ടനെ? വേണ്ടേ? അയ്യോ ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. ഒന്ന് ഹായ് പറഞ്ഞേ. സേ ഹായ് ടു എവരിവൺ. ഓ മൈ ഗോഡ്, മലയാളത്തിൽ പറഞ്ഞേ. സുഖാണോ എന്ന് ചോദിച്ചേ. ടോണിക്കുട്ടിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ഹാപ്പി, ഞാൻ സന്തോഷപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണിക്കുട്ടി ഇവിടെ ജനിച്ചതാണ്, കാനഡിയൻ സിറ്റിസൺ ആണ്. ബട്ട് നല്ല രീതിയിൽ മലയാളം പറയും. ഐ എം വെരി പ്രൗഡ് ടു സേ. ഞാൻ ആളുടെ അമ്മോട് എപ്പോഴും പറയും, അതൊരു സംഭവം തന്നെ. നമ്മുടെ ഭാഷ നമ്മൾ പഠിപ്പിക്കുക, അത് നമ്മൾ എവിടെ ആയാലും. എനിക്കതാണ് ടോണിക്കുട്ടി മലയാളത്തിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ശില്പാൻ്റെ സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും അല്ലേ. കുട്ടികൾ ഇവിടെ പറയുന്നത് അതന്നെ. അവനെ മലയാളം കേൾപ്പിക്കട്ടെ ടോണിക്കുട്ട. ഇംഗ്ലീഷും പറയും മലയാളവും പറയും. എനിക്ക് കേൾക്കാൻ പറ്റില്ല. ടോണിക്കുട്ടിന് 3 വയസ്സായിട്ടില്ല, 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടാ. ബാസ്കറ്റ്ബോൾ പ്ലെയർ ആട്ടോ. സൈലന്റ് ഏരിയ ആട്ടോ ഇത്. നമ്മുടെ വീടിനേക്കാളും നമ്മുടെ വീട് അത്ര വലിയ ടൗണിലൊന്നല്ല, ലൈക്ക് ടൊറൻറ്റോ പോലത്തെ സിറ്റിയിലൊന്നല്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഭയങ്കര സൈലന്റ് ഏരിയയാണ്. നല്ല ഏരിയ ആട്ടോ, അത് ഇഷ്ടപ്പെട്ടു. ഇവരിവിടെ ഒരു 1.5 കൊല്ലമായിട്ട് ഇവരിവിടെ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് ഓർമ്മ വരും. ഞാൻ കുറച്ച് നേരം പുറത്ത് നിന്ന് അകത്തേക്ക് കയറാം. അപ്പോൾ 2 പേര് അകത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് ഇരിക്കാം. ടോണിക്കുട്ടൻ കളിച്ചത് മതിയോ? 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 ഓക്കെ. ചെരിപ്പൂരേക്ക് ചെരിപ്പൂരിനില്ലേ? അങ്ങനെയാണ് ഊരാ. എന്താ നിമ്മി ഉണ്ടാക്കണേ? നിമ്മി എന്തുണ്ടാക്കണേ? ചിക്കു ചേച്ചിനെ തൊടടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയാലോ എന്ന് പ്ലാൻ ചെയ്തു. പെട്ടെന്ന് തന്നെ പോയി വരാൻ അടുത്തേക്കുള്ള എന്തെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കണ്ടാലോ? വായോ. നമുക്ക് അപ്പുറത്ത് പോയി നിൽക്കാം. രണ്ടാളുടെ ഇടയിൽ നിൽക്കാം. ചേച്ചി എന്താ പറയാൻ പോണത്? ഫ്രീസറിൽ ഉണ്ടല്ലോ. അങ്ങനെ ഇട്ട് വേഗം കൊത്തും. മീൻ വിചാരിച്ചത് മീനാണ്. കൊത്തും കോട്ടാ. നമുക്ക് കുറച്ച് മീൻ പിടിച്ചാലോ എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ മീൻ പോയിട്ട് അതിൻ്റെ അംശം പോലും അവിടെ കിട്ടിയില്ല. കുറേ ട്രൈ ഒക്കെ ചെയ്തു. ലാസ്റ്റ് അവരവിടെ ട്രൈ ചെയ്തോട്ടെ നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വേറെ പ്ലാനിങ്ങിൽ ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട് നടന്നു തുടങ്ങി. മീൻ കിട്ടിയോ? നമുക്ക് നടക്കാം. ഞങ്ങൾ നടക്കാണ്. അവരവിടെ റിട്ടേൺ സുജു മീൻ പിടിക്കാൻ നിന്നു. ഞങ്ങളെല്ലാവരും ഒരു റൗണ്ട് അടിച്ചിട്ട് വരുന്നത്. നല്ല രസമുണ്ട് ഇവിടെ ഈ സ്ഥലം കാണാൻ. അപ്പോൾ നമുക്ക് ഈ അറ്റത്തുനിന്ന് അപ്പുറത്തേക്ക് കിടന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ റൗണ്ട് ഇടാൻ പോവാ.
ഓ നമ്മുടെ പോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം ഉച്ച നേരം കൊണ്ട് ഇവർ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ കിട്ടില്ല എന്നാണ് പറയുന്നത്, കുറച്ചും കൂടി കഴിയണം എന്നാണ്. പക്ഷെ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകണ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഉച്ച തിരിഞ്ഞിട്ട് തിരിക്കാനുള്ളതാണ്. എന്നാലും ഇവിടെ ആൾക്കാർ ഇപ്പോഴും മീൻ പിടിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ രസം അല്ലേ. അമ്മയ്ക്ക് അത് കൂടെ നടക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, അത് നന്നായിട്ട് നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട്. നമ്മൾ നടക്കുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ്സ് അതിൽ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നതിന് ശേഷം ആ ബ്രിഡ്ജ് നമ്മൾ നടന്നിരുന്ന ബ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്തു. അവർ എന്താ വെച്ചാൽ ഒരു ചെറുതൊക്കെ ഒരു ബോട്ടിന് പോകാണ്ടായിരുന്നു. അതിന് ശേഷം അവരത് ക്ലോസും ചെയ്തു കേട്ടോ. പിന്നെ നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ്. ആ ഭാഗത്താണ് അവർ ഫിഷ് പിടിക്കുന്നത്. വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ വന്നിട്ട് ഒരു ബീച്ച് ടൈപ്പ് തോന്നിക്കുന്ന രീതിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ സ്ഥലം നമ്മുടെ അവിടെ ഇല്ല. ബീച്ച് ഇങ്ങനത്തെ ബോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ആ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ട്സൊക്കെ എപ്പോൾ അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കണോ ആ സമയത്ത് അവർ ഓപ്പൺ ചെയ്യും, പിന്നെ അത് ക്ലോസ് ചെയ്യും. ഇവിടെ എല്ലാവരും വെക്കേഷനിൽ സമ്മറിൽ ക്യാമ്പയിന് വരും. ക്യാമ്പയിന് വരുന്ന കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ എന്ന് പറയാനില്ല, എന്നാലും ഒരു ഹിൽ പോലത്തെ സംഭവത്തിൽ അല്ലെങ്കിൽ ബീച്ച് സൈഡിലൊക്കെ ഇവർ ട്രെയിലറായിട്ട് വരും. ട്രെയിലർ എന്ന് പറയുന്നത് ആ കിടക്കുന്ന വണ്ടി കണ്ടോ, അതിലാണ് നമ്മുടെ ഒരു ബെഡ്റൂമും വാഷ്റൂമും ഫുഡ് എല്ലാം കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവമായിട്ട് അവരിങ്ങനെ ഓരോരോ സ്പോട്ട് അവർ ബുക്ക് ചെയ്യും. അപ്പോൾ ഓരോരോ സ്പോട്ടിന് ഓരോരോ നമ്പർ ഉണ്ടാവും. ആ സ്പോട്ടാണ് ഇതിവിടെ. ഇപ്പോൾ ഇതിന് 35 എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലവർക്ക് കറണ്ടും വെള്ളമൊക്കെ പാസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അവർക്ക് അതിൽ കുത്തിയിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ അവരവിടെ ഒരു പെർമിറ്റ് മേടിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവർ നമ്പേഴ്സ് മേടിക്കും. എന്നിട്ട് അവരവിടെ എന്നിട്ട് പാക്ക് ചെയ്യും. ഇതാ അവിടെ ഒരെണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ളൊരു വീട് പോലെ സെറ്റപ്പാണ്. ഇത് സമ്മർ ഫുൾ അവരിങ്ങനെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് ക്യാമ്പയിൻ ചെയ്യാൻ ഇതാ. ഇപ്പോൾ തന്നെ ഒരാൾ സൈക്കിൾ ചവിട്ടി പോയി ഇവിടുന്ന്. അപ്പോൾ ഒരു രസമാണ് സംഭവം. ഇവർക്ക് ഇത് ഭയങ്കര, ഇപ്പോൾ ചിലർ ഫാമിലി ആയിട്ടായിരിക്കും വരിക, ചിലർ ഒറ്റയ്ക്ക് വന്നിട്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ആളൊരു പട്ടിക്കുട്ടിയും. അപ്പോൾ അങ്ങനത്തെ സംഭവം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കണം, അത്ര തന്നെ എങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു മല കയറി വരുന്ന പോലെ ആയിരുന്നു. നമ്മൾ എവിടേക്കിപ്പോൾ പോവുക, നമ്മൾ നാട്ടിലൊക്കെ തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മൾ അമലയിൽ ഒരു സംഭവമുണ്ട്, എനിക്ക് ഓർമ്മയില്ല പേര്, ഇങ്ങനെ കുറച്ച് മലയുടെ മുകളിലേക്ക് പോണത്. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ വണ്ടികൾ ഇങ്ങനെ ട്രെയിലർ ഇട്ടിരിക്കട്ടെ. അപ്പോൾ ഓരോരോ സ്പോട്ടിൽ ഓരോരുത്തരൊക്കെ ആയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. സംഭവം നല്ല രസമുണ്ട്. അങ്ങനെ ആൾക്കാർ ഇവിടെ ട്രെയിലറൊക്കെ കൊണ്ടിട്ടിട്ട് അവരിങ്ങനെ സൈക്ലിങ്ങിനും ഫിഷിങ്ങിനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ പോകട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണ് ഗ്യാപ്പ് ഇട്ട് എവിടെയാണ് വണ്ടി നിർത്തിയെന്ന് വെച്ചാൽ ഓരോരോ പൊസിഷനിൽ അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്ത് നമ്മുടെ ആൾക്കാരുടെ ട്രെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കാണുന്നതാണ് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ട്രെയിലേഴ്സ് കണ്ടിട്ടിരിക്കട്ടെ. അവിടെ ചില നേരത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. നല്ല രസമുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമായിരിക്കും ട്രെയിലറൊക്കെ ആയിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും ആ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ എന്തായാലും ഈ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് പിരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.